മാ മോയ് അമ്മ ഇതടപ്പ ആറേ മുട്ടായി മേടിച്ചെന്നാ ഡീ ഇവിടെ ബാക്കിയുള്ളവൻ തീ ചവിട്ടിയാ നിക്കണത് അപ്പോൾ അവളുടെ മുട്ടായി ഇപ്പോഴെടുന്നു അമ്മ എവിടെ അമ്മ തേങ്ങ പതിച്ചെന്ന്. പതിച്ചനാ ഓ പൊതിക്കണ് വേദനിച്ചാ ഇല്ല നല്ല സുഖമായിരുന്നു ഇപ്പോഴെടുന്നു ചുമ്മാ കൊച്ചു വർത്താനം പറഞ്ഞിട്ടിരിക്കാതെ അയ്യോ ഇവിടൊന്നും ആളില്ലേ എന്തുറ്റി ഇവിടെ തീയല്ലേ തീ ഓഹോ നീയും ഗോളടിക്കാൻ തുടങ്ങിയല്ലേ ശരിയാക്കി തരാം അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാനൊരു പാവാണേ നീ പാവം നന്നായിരിക്കുന്നു ആ സാർ എത്തിയാ എന്തേ സേവാകേന്ദ്രത്തിലെ ദുരിതങ്ങളൊക്കെ പരിഹരിച്ച എന്റെ അമ്മ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ആരും പറ്റിയൊരു പറ്റി എന്തു പറ്റി ഒന്നുമില്ല എന്തേടെ ഒന്നുമില്ല അമ്മ എടാ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്ന പോലെയല്ല ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അമ്മ സംഭവം റിസ്ക് ആണെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ടൊന്നും എനിക്ക് വിഷയമില്ല പക്ഷെ നമ്മൾ ഓർക്കാതെ ചില പ്രശ്നങ്ങൾ വന്നു എന്റെ പൊന്നെ തളർന്നു ആ ഇതാണ് പറയണത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ചെന്ന് പെടും അമ്മ തത്വം പറഞ്ഞോണ്ടിരിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ തരൂ അമ്മയുടെ തത്വങ്ങൾ നീ കേൾക്കാത്തേടാ ഓരോ കുഴി പോയി ചെന്ന് ചാടണത് ഡിജിറ്റൽ എത്തിയ ചേട്ടാ ചുമ്മാ പരിഹസിക്കില്ല ചേട്ടാ പരിഹസിക്കാൻ എളുപ്പം തന്നെ അതെ ചേട്ടൻ കുറെ കാലം ഇവിടെ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഡിഗ്രി പോലും എഴുതിയെടുക്കാതെ തേരാപ്പാറ ഡാൻസും കളിച്ച് നടന്നപ്പോഴേ നമ്മളെല്ലാരും കണ്ടോണ്ട് നടന്നു തന്നത് കേട്ടാ ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നേറാൻ തുടങ്ങിയപ്പോ അതിന് വലിയ ചുരുക്കമുണ്ടെങ്കിൽ എന്നോട് തീർക്കരുത് വർത്താനം ശ്രദ്ധിച്ച ലേശു അഹങ്കാരം ഇല്ലേ ഇതൊക്കെ തുടങ്ങിട്ടേ എനിക്ക് ഫോണ് വേണേ ഫോൺ കരഞ്ഞോണ്ട് നടന്നപ്പോൾ ഞാനാണ് നിനക്ക് വാങ്ങിച്ചു തന്നത് കേശുവേ എന്താടാ ഒന്നുമില്ല കാര്യങ്ങൾ നിന്റെ കൈകളിൽ നിൽക്കുമെങ്കിൽ മാത്രം നീ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി അതായത് അവിടുത്തെ സേവനം ചെയ്താൽ മതിയെന്ന് അതല്ല അവിടുത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പ്രശ്നം ഉണ്ടാക്കി നിന്റെ പഠിത്ത കാര്യത്തിൽ എന്തെങ്കിലും ഉഴപ്പ് സംഭവിച്ചാൽ കേശു പിന്നെ നീ ഈ വീട്ടിൽ നിന്ന് പഠിക്കാൻ മാത്രമേ പുറത്തിറങ്ങുള്ളൂ ഇത്ര ഞാൻ ഇപ്പൊ പറയാനുള്ളൂ ഞാൻ പറയാനുള്ള പറഞ്ഞു ചേട്ടൻ എന്ത് കൂടെ പറയാൻ പറ്റ കേട്ടാ താൻ ഇങ്ങോട്ടൊന്നും പറയല്ലേ കുറെ നേരം ഞാൻ പറയാൻ പാടില്ല താൻ പറയാൻ പാടില്ല എടാ ഞാൻ നിന്റെ ചേട്ടനാണ് ഞാൻ പറയും അല്ലെങ്കിൽ നീ പറയണ ഞാൻ നിന്റെ ചേട്ടനല്ല എന്ന് പറ അങ്ങനെ ഒരു കാര്യം അന്വേഷിക്കാൻ പറ്റാ പറ കൈ പിടിയാട്ടോ അമ്മ കണ്ട കൈ പിടിച്ചേക്കണ നിന്റെ വായി നിന്ന വർത്താനത്തിന് അത് നല്ലതാ കിട്ടാനുള്ളത് കിട്ടിയല്ലോ നന്നാവും അവിടത്തെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കാം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുമ്പോഴേ തമാശക്കാണ് പറയണത് പക്ഷെ നീ പറയുമ്പോ അങ്ങനെയല്ലട്ടോ യേശു സൂക്ഷം കൊണ്ട് സംസാരിച്ചോളാം ഇവിടെ എല്ലാവർക്കും അടി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമുള്ളൂ ചേട്ടാ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക ഇവിടെ എനിക്ക് ദേഷ്യം വന്നുകൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു ഇവിടെ എല്ലാവരും ഇതേ സെയിം കാര്യം തന്നെയാണ് ദേഷ്യം വരുമ്പോൾ ഓരോന്ന് വിളിച്ച് പറയണത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല കുറ്റം പറയാൻ മാത്രം എല്ലാവരും ഉണ്ട് നിനക്കാരും സപ്പോർട്ട് ചെയ്തില്ലെന്നാ നിന്റെ കാര്യങ്ങളൊന്നും ആരും നടത്തി തരണില്ലെന്നാ പിന്നെ ആരുടെ നിന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണേ നിനക്ക് വസ്ത്രം ഭക്ഷണം വിദ്യാഭ്യാസം ഇതൊക്കെ ആരാ തന്നത് വേറെ എന്നിട്ട് കൊണ്ട് തന്നായിരുന്നോടാ നിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കണേ എവിടെന്നാ അതൊന്നും വേറെ എന്തെങ്കിലും തരണുണ്ടോ നിനക്ക് ഉണ്ടോ നിനക്ക് നീ 10ാം ക്ലാസ് നീ മേടിക്കോട്ടെ എന്റെ കയ്യിൽ നിന്ന് ഇവിടെ സീരിയസ് ആയിട്ട് വർത്താനം പറയുമ്പോ നീ അതിനിടയ്ക്ക് കയറി വരല്ലേ നീ 10ാം ക്ലാസ്സിലായി നിന്നെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളിവിടെ വില കൽപ്പിച്ചിട്ടുണ്ടോ ഉണ്ടോ നിന്റെ ഇഷ്ടത്തിലല്ലേ നീ ബാക്കി കളികളൊന്നും ചെയ്യണേ നീ ട്യൂഷൻ പഠിപ്പിക്കാൻ പോയി ഞങ്ങളോട് ചോദിച്ചിട്ടാണോ നീ ട്യൂഷൻ പഠിപ്പിക്കാൻ പോയത് അല്ലല്ലോ പിന്നെ ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിൽ ഏതാണ് ഷെയറിന് പോയി അത് ഞങ്ങളോട് ചോദിച്ചിട്ടാണോ പോയത് അതുമല്ല എല്ലാം നിന്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തിട്ട് പിന്നെ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല മര്യാദക്ക് ജീവിച്ചില്ലേ കേശു കാലും കൈയും തല്ലൊടിച്ചിട്ട് വായിൽ തുണിയും കുത്തിക്കടിച്ചിട്ട് ആ മൂലക്കിടും എന്നിട്ട് ഫുഡ് തരും 15 വയസ്സായിട്ടുള്ളൂ അതാലോചിക്കണം സൂക്ഷിച്ച് സംസാരിക്കണം സൂക്ഷിച്ച് പെരുമാറണം വേറൊരു മെയിൻ കാര്യം കൂടി ഫോൺ മറക്കരുത് ഫോണിന്റെ കാര്യം തന്റെ ഫോൺ എന്താന്ന് വെച്ചാ എനിക്ക് വേണ്ട അമ്മ അവ എറിഞ്ഞിട്ട് പോയതാണ്ടാ നന്നായി കണക്കിന് ഞാനിപ്പോ കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതല്ലേ അതിന് ഇടക്ക് കയറി ഷൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല സഹിച്ചോ അമ്മ ഫോൺ എറിഞ്ഞിട്ട് ഒരു പണിയെടുക്കാൻ സമ്മതിക്കൂല കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം പ്രവേശനം സൗജന്യം രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876 ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് അമ്മ ഇറങ്ങി ചെറുക്കൻ്റെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞ കരയിലേടാ എന്ത് പറയാലും അങ്ങ് കരഞ്ഞേക്കും ഇങ്ങോട്ട് വന്നേടാ ഞാൻ കഷ്ടപ്പെട്ട് എന്റെ സ്വന്തം പൈസക്ക് മേടിച്ച ഫോണല്ലടാ നിനക്ക് ഇത് എങ്ങനെയാണ് അങ്ങ് വലിച്ചെറിയാമെന്ന് തോന്നിയത്
ഇപ്പൊ ആ ഫോൺ കാണുമല്ലേ ഇവിടെ എല്ലാ പ്രശ്നം ഉണ്ടാവണം. അതുകൊണ്ട് എനിക്ക് ഇനി അത് വേണ്ട. പക്ഷെ നിനക്ക് അത്രയ്ക്ക് ദേഷ്യം വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. എല്ലാം കുറച്ച് അളവിനായൊക്കൊള്ളാം. അല്ല ഇവന്റെ കാര്യത്തിനെ അച്ഛനെ കൊണ്ട് വരട്ടെ. അച്ഛൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ നിന്നെ കുറിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. നിന്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ നോക്കുന്നതാണ് നല്ലത്. അപ്പൊ നിനക്ക് കിട്ടുന്ന സമയത്തിന് കിട്ടിക്കോളും. ഇനി പോലും ഞാൻ അവന്റെ കാര്യത്തിൽ ഇടപെടണമില്ല, ഒന്നും പറയണില്ല. വളർന്നു വലുതായല്ലോ, സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തിയൊക്കെ ആയി. അപ്പൊ ഞാനായി ഇടപെട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണില്ല. ഞാനായി എന്റെ പാടായി. ഇവന്റെ അടുത്തൊക്കെ പിണങ്ങിയിരിക്കണം മക്കൾ, അതാ നല്ലത്. എന്നാ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ. എന്നാ വേണമെങ്കിൽ നിന്റെ ഫോൺ പിടി. എനിക്ക് വേണ്ട. എടാ ആവേശത്തിന് എന്തെങ്കിലും പറയല്ലേ, ആ ഫോൺ മേടിക്ക്. ചെറുക്ക ഇപ്പൊ ഷോൺ ചെയ്ത് ഫോൺ പിന്നെ തിരിച്ചു കിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ എടുക്കടാ. ഫോൺ വാങ്ങിക്കടാ. പോയതാ കേട്ടോ ഫോൺ. ആ വാങ്ങിക്ക്. ഞാൻ അഞ്ഞ് ഉഷയൊന്ന് കാണട്ടെ. ഈ ചുമ്മാ ഈ സാമ്പത്തിക ബാധ്യതയൊക്കെ കുട്ടികളുടെ തലയെ കൊണ്ട് വെക്കണം എന്തിനാന്ന് അറിയണമല്ലോ. അല്ലമ്മ ആ മോശം അമ്മ അങ്ങനെ ഒന്നും ചോദിക്കണ്ട. അത് ഞാൻ ചോദിച്ചത് നിന്റെ കാര്യമല്ലട്ടാ. നിന്റെ പ്രായം അനുസരിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അമ്മ ഉച്ചച്ച് പാവമാണ്. അമ്മ അങ്ങനെ ഒന്നും ചോദിക്കണ്ട. ഉഷ പാവമാണ്. പക്ഷെ എന്നാലും ഈ സാധനങ്ങൾ മേടിക്കുന്ന കാര്യത്തില് അതിന്റെ കാശിന്റെ പേരിൽ നിന്നെ പ്രഷർ ചെയ്യണത് അത് നല്ല സ്വഭാവമാണ്. അത് പറഞ്ഞ പോയിന്റ് ആണ്. അത് വേണമെങ്കിൽ അമ്മ ഞാൻ ചോദിച്ചോളാം. അല്ല നിങ്ങൾ എന്റെ എന്തോ പറയണേ. നിങ്ങൾ പോയി ഞാൻ അങ്ങനെ എന്റെ ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ നിലയും വിലയും പോവില്ലേ? ആ അത് ശരിയാണ്. അവന്റെ നിലയും വില നമ്മളായിട്ട് കളയാനും പാടില്ല. നീ ആ ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ക്യാഷ് ഒന്നാ നോക്കിയേ. ക്യാഷ് ഒന്നും നോക്കടാ. ക്യാഷ് 3000 രൂപ. 3000 രൂപ അമ്മ ഇട്ടാ. ഇതൊക്കെ ടെൻഷൻ എടുക്കുന്ന ഇതൊന്നും നോക്കിയില്ലല്ലോ. ചെന്നിട്ട് അത്യാവശ്യം എന്താ വെച്ചാൽ അതൊക്കെ നടത്ത്. നമുക്ക് അടുക്കളയിൽ പണിയുള്ളതാണ്. നിന്റെ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ അമ്മ ചോറായില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വയ്യടാ ഉണ്ടാക്കാനൊന്നും ആ സമയത്ത്. അല്ല വല്ല വെച്ച് വിളമ്പി ഒക്കെ ഉണ്ടല്ലേ, പിന്നെ നിന്റെയൊക്കെ വായിരിക്കണ കേൾക്കണം. അമ്മ പിന്നെ പൈസ ഒക്കെ ഞാൻ തിരിച്ചു തരാം. നല്ല കറക്റ്റ് ടൈമിന് ഞാൻ തിരിച്ചു തരും. പക്ഷേ അതാണ് 3000 രൂപയല്ലേ, 15 ദിവസം അല്ലെ പോട്ടെ, 3000 അല്ലേ, ഒരു 20 ദിവസം. 20 ദിവസത്തിനുള്ളിൽ എനിക്ക് കാശ് തിരിച്ചിട്ടിരിക്കണം. ഈ ബിസിനസ് കാര്യങ്ങളാവുമ്പോഴുണ്ടല്ലോ കറക്റ്റ് ആയിരിക്കണം എല്ലാം. കാരണം അതിനകത്ത് അച്ഛൻ, അമ്മ, മക്കള്, ഭാര്യ, ഭർത്താവ്, ബന്ധം ഒന്നും പാടില്ല. ഓക്കെ പോട്ടെ. അമ്മ എന്തടാ അതല്ല, പൈസ ഒക്കെ ഞാൻ തിരിച്ചു തരാന്ന് കറക്റ്റ്. പക്ഷേ അത് ഞാൻ അമ്മയുടെ അടുത്തൊരു കള്ളം പറഞ്ഞു. അതെനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു കള്ളമായിരുന്നു എന്നുള്ളത്. ഇനി കാര്യം എന്ന് പറഞ്ഞാൽ മതി. അതെ ചേട്ടോ, അമ്മ പിന്നെ ഈ പൈസ ഉണ്ടല്ലോ, പൈസ അവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയല്ല. അത് മനസ്സിലായിരുന്നടാ. നീ അച്ഛൻ്റെ അല്ലേ മോൻ, അത് കാണിക്കാണ്ടിരിക്കില്ലല്ലോ. ഞാൻ പൈസ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് കൊണ്ടുപോയി, അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയി. കൊണ്ടുപോയി വെപ്രാളത്തില് അത് എന്തോ എടുത്ത് എവിടോ വെച്ച്, പക്ഷെ പിന്നെ പോയ വഴിക്ക് എങ്ങോട്ടോ പോയി കളഞ്ഞു. കേശു എന്താടാ ഇത്? 3000 രൂപയെ കളഞ്ഞു പോയി. നീ തപ്പിയില്ലപ്പോ? തപ്പി ചേട്ടാ, പോയ വഴി വന്ന വഴി മൊത്തം ഓടി കിടന്ന് തപ്പി, ഒന്നും കിട്ടിയില്ല. ചേട്ടാ വഴക്ക് പറഞ്ഞൊന്നും കാര്യമില്ല, കാശല്ലേ, പോവാം. എന്നാലും നിനക്ക് എന്നോടത് തുറന്ന് പറയായിരുന്നു. എല്ലാ കാര്യം തുറന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാശാകുമ്പോ പോവും. എന്റെ കയ്യിൽ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. അത് വെച്ചാൽ മറിച്ചൊക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വഴക്കുറന്ന് പേടിച്ചിട്ട് പറയാനോ. അത് കൊള്ളാലോ. അമ്മ സോറി അമ്മ. താങ്ക് യു അമ്മ. ഓക്കെ.